ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും പെസഹ ദിന ആശംസകൾ. അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ ഞാൻ നാളെ ഇടുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഡേ ഇൻ മൈ ലൈഫ് പോലെയാണ് ഞാൻ ചെയ്യുന്നത്. അതായത് നമ്മുടെ അപ്പം പുഴുങ്ങുന്ന പരിപാടികളുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞങ്ങൾ സാധാരണ എങ്ങനെ വെച്ചാൽ ഞങ്ങൾ എല്ലാ വീട്ടിലും പപ്പയും അങ്ങനെ ആറ് ആണുങ്ങളുണ്ട്. ഇവർ 2 പെണ്ണുങ്ങൾ 6 ആണുങ്ങൾ. അപ്പോൾ ഈ മൂന്ന് ആൾക്കാരായിട്ടാണ് ഇവിടെ നമ്മുടെ വീടിൻ്റെ അടുത്ത് 3 പേര്, അതേപോലെ ആനപ്പാറ ചുള്ളിയോട് അവിടെ 3 പേരുണ്ട് കേട്ടോ. അപ്പോൾ ഈ 6 വീട്ടിലും പോയി അപ്പം മുറിക്കും, അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ഇന്ന്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ഇവിടുത്തെ പരിപാടികൾ എന്തൊക്കെയാണ്, നമ്മൾ അപ്പം പുഴുങ്ങാൻ വേണ്ടിയുള്ള സെറ്റപ്പുകളും കാര്യങ്ങളും എല്ലാം കൂടിയാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ഇവിടെ രാവിലെ തന്നെ നമ്മുടെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. രാവിലെ പള്ളിയും കഴിഞ്ഞ് വന്ന് ഇവിടെ ആൻസി വെളുത്തുള്ളി അരിയുന്നു. ആൻസി ഇത് കണ്ടോ ഒരുത്തി കിടക്കുന്നത്. കുഞ്ഞാറ്റെ ഒരു ഹായ് പറ. ഇല്ല ഇതാ ചേച്ചി ഇവിടെ വെളുത്തുള്ളി അരിയുന്നു. ചേച്ചി കൂടെ നോക്ക്, ഹായ് പറയൂ. ഇതേ അടുത്ത ആള് ഉറക്കം കഴിഞ്ഞ് ഏറ്റു വന്നിട്ടുണ്ട്. ഇത് ചിരിക്കുന്നു. എൻ്റെ ചിരിച്ചനെ ഇതെന്താ ഇത്? അപ്പൊ ഇനി അടുക്കളയിലെ പരിപാടികൾ കാണിക്കാം കേട്ടോ. ഇതുണ്ടോ വെളുത്തുള്ളിയൊക്കെ. ഇത്ര നേരം വെളുത്തുള്ളി അരിഞ്ഞോണ്ടിരുന്നതാണ്. ചുമന്നുള്ളി മാറിപ്പോയതാ. ഇവർ രണ്ടുപേരും വെളുത്തുള്ളി അല്ലായിരുന്നു, അപ്പൊ എനിക്ക് മാറിപ്പോയതാ. ചുമന്നുള്ളി ഇതാ ഇവിടെ നമ്മുടെ അളിയനിരിക്കുന്നു, അരുണേട്ടൻ. ഇവിടെ എന്താ പരിപാടി? ഇവിടെ എനിക്ക് ചേട്ടാക്കും കൂടി നിന്ന് ചിരണ്ടാനുള്ള സ്ഥലം ശരിയാക്കാം കേട്ടോ. അതെ, ഈ നാക്കിനൊരു കുഴപ്പമുണ്ട്. ആ നാക്കിൽ എങ്ങനെ ചേരണ്ടു? വേറെ നാക്കരിപ്പില്ലേ? അതെടുത്തിട്ടേ പപ്പേന്റെ റൂമിലുണ്ട്. അത് നമുക്ക് എടുത്തിടാം. ഇത് കണ്ടോ, ഈ തേങ്ങയൊക്കെ നമുക്ക് അപ്പത്തിന് ചേർക്കാൻ വേണ്ടിയുള്ള തേങ്ങകളാട്ടോ. അതിന്റെ വെള്ളമാണിത്. ഞങ്ങൾ സാധാരണ ഇങ്ങനെ അപ്പത്തിന് തേങ്ങ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ വെള്ളം നമ്മൾ ഉപയോഗിക്കില്ല, വീടിന് മേളിൽ കൊണ്ടേ ഒഴിക്കുകയുള്ളൂ. അല്ലേ അമ്മ? അല്ലേ? കാരണവന്മാരുടെ ആ ഒരു സിസ്റ്റം ഞങ്ങൾ ഫോളോ ചെയ്യണം. അത് കുടിക്കരുത് കേട്ടോ. ഞങ്ങളുടെ വെളുത്തുള്ളീൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ. ചെറുള്ളിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടില്ല. ചെറുള്ളിൻ്റെ പരിപാടി കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞേ. പിന്നെ ഇവിടെ കുറച്ച് പേര് തേങ്ങ ചിരണ്ട് എന്ന് പറയുന്നുണ്ട്. കുറേ നേരമല്ല തേങ്ങ ഉണ്ടാ തുടങ്ങിയിട്ട് കഴിഞ്ഞില്ല രണ്ടുപേരും. ആണോ? പിന്നെ ഞങ്ങൾക്ക് 3 അപ്പം ഉണ്ട് കേട്ടോ. പിന്നെ മരിച്ചിട്ടുള്ള ആൾക്കാരുടെ വീട്ടിലൊന്നും പുഴുങ്ങില്ല. അപ്പം ഞങ്ങൾക്ക് അങ്ങനെ 3 അപ്പം, 2 അപ്പം പുറത്ത് കൊടുക്കാനുണ്ട്, ഒരപ്പം ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ 3 അപ്പം ഉണ്ട് കേട്ടോ. ഇങ്ങനെ ആഞ്ഞ് ചിരണ്ടുക. അങ്ങനെ അവരുടെ തേങ്ങ ചിരണ്ടലെല്ലാം കഴിഞ്ഞു കേട്ടോ. തേങ്ങ മൊത്തം ഇനി ഒതുക്കൂലേ അമ്മ? ജസ്റ്റ് ഒന്ന് ഒതുക്കൂലേ? തേങ്ങ ഒതുക്കില്ല. തേങ്ങ ഇങ്ങനെ തന്നെയാ. വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഇങ്ങനെ അമ്മ അരച്ചെടുത്തു കേട്ടോ. ഇത് രണ്ടും ഇനി ഇതിലേക്ക് മിക്സ് ചെയ്യും. പിന്നെ ഉഴുന്ന്, പിന്നെ ഇതിലേക്ക് വേണ്ട പൊടിയില്ലേ, അരിപ്പൊടി. പപ്പയാണ് കേട്ടോ പറഞ്ഞിരുന്നേ. പിന്നെ നമുക്ക് വേണ്ടിയത് ഉഴുന്ന്, ഉപ്പ്. നമ്മളെങ്ങനെയാന്ന് വെച്ചാൽ ഉപ്പൊന്നും ഈ ഇതെല്ലാം എടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിച്ച സാധനങ്ങളല്ല കേട്ടോ. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കുറച്ച് വെളുത്തുള്ളി, 1 കിലോ വെളുത്തുള്ളി മേടിച്ചുകൊണ്ടൊന്നു അതിൽ നിന്ന് നമ്മൾ ഒന്നുപോലും എടുക്കില്ല. ഇതിനു വേണ്ടി മാത്രമാണ് എടുക്കുള്ളൂ. അങ്ങനെ എടുക്കാത്ത സാധനങ്ങളാണ് ഇതെല്ലാം കേട്ടോ. ഇവിടുത്തെ നമുക്ക് ഓരോ സ്ഥലത്ത് ഓരോ ആചാരങ്ങളാണ്. നമ്മുടെ ആചാരം ഇതാണ് കേട്ടോ. പിന്നെ ചേട്ടൻ ഇല വെട്ടാൻ വേണ്ടി പോയിട്ടുണ്ട്. അതിവിടെ കാണിക്കാൻ പറ്റില്ല, കുറച്ച് ദൂരമുള്ളൊരു സ്ഥലത്ത് വെട്ടുന്നത് കേട്ടോ. അങ്ങനെ ചേട്ടൻ ഇലയൊക്കെ വെട്ടിക്കൊണ്ട് വന്നു കേട്ടോ. ഇനി ഇതിങ്ങനെ ഉണക്കാനിടുവോ? വാട്ടാനിടും. ഉണക്കാനല്ല, വാട്ടാനിടും കേട്ടോ. ഇപ്പൊ വെയിലത്ത് കൊണ്ടിടുവേ. ഞാൻ മേളിലേക്ക് കയറി പോകുന്നില്ല. അപ്പൊ അങ്ങനെ തേങ്ങ സാധനങ്ങളെല്ലാം ആയില്ലേ? അങ്ങനെ ഉണ്ട് അല്ലേ? കുഴക്കാൻ കഴിയല്ലാഞ്ഞിട്ട് പറയുന്നതാണോ? ആണോ? അപ്പൊ ചേട്ടൻ ഇവിടെ അരിച്ചോണ്ടിരിക്കട്ടോ. ഇത് നമ്മൾ വറുത്ത പൊടിയാണ്. അതായത് നമ്മളിപ്പോൾ ഇതിൽ വേറെ ഒന്നും ഇട്ടിട്ടില്ല, തേങ്ങയും വറുത്ത പൊടിയും മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് ബാക്കി സാധനങ്ങൾ ചേർക്കണം. ഉഴുന്ന് എന്തിയമ്മ? നമ്മളെങ്ങനെയാണെന്നറിയോ, കുരിശപ്പത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന പൊടി വെച്ച് അതിനുവേണ്ടി മേടിക്കുന്ന പൊടി നമ്മൾ വേറെ ഒന്നിനും എടുക്കില്ല കേട്ടോ. ഇനിയിപ്പോൾ ഈ കുരിശപ്പം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഇത് വെച്ച് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. ഓരോ വിശ്വാസമാണ്. ഞങ്ങൾ അങ്ങനെ കേട്ടോ ചെയ്യുന്നത്. ഞങ്ങൾ ചെറുപ്പം തൊട്ടേ ഉള്ള ഒരു ശീലമാണ്. ഇത് ഉഴുന്നല്ലേ അമ്മ? ഇത് ഉഴുന്ന് അരച്ചത്.
ഇത് വെളുത്തുള്ളി, ചുമന്നുള്ളി അരച്ചത്, അത് വെളുത്തുള്ളി അരച്ചത്, ജീരകപ്പൊടി, പെരുംജീരകല്ലേ, അല്ല ചെറുജീരകപ്പൊടി. ഇത്ര സാധനങ്ങൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഈ തേങ്ങയും അരിപ്പൊടിയും കൂടി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ചേട്ട ഇട്ട് കൊടുക്കുന്നു, പപ്പ കുഴയ്ക്കുന്നു. ഇതാണ് ഞങ്ങൾ പണ്ട് തൊട്ടേ നടന്നു വരുന്ന ഒരു ശീലം അല്ലേ കുട്ടായി? ചാച്ചൻ മരിച്ചതിന് ശേഷം, ചാച്ചൻ മരിക്കുന്നതിന് മുമ്പ് എന്ന് വെച്ചാൽ എല്ലാ വീട്ടിലും ചാച്ചൻ വന്ന് കുഴച്ച് തരുമായിരുന്നു കേട്ടോ. ചാച്ചൻ മരിച്ചതിന് ശേഷം എല്ലാ വീട്ടിലും അപ്പന്മാരായി ആ പരിപാടി കുഴയ്ക്കുന്നത്. എന്താ കുട്ടായി കുനിഞ്ഞിക്കാൻ പറ്റുന്നില്ലേ? ഇതെന്നെ താഴേക്ക് ഇരുന്നേ, സ്റ്റൂളിൽ ഇരുന്നിട്ട് പറ്റുന്നില്ലല്ലേ? ഒരു കുറ്റിക്ക് 4 തേങ്ങയാണ് കണക്ക്. ഒരു കുറ്റിക്ക് 4 തേങ്ങ അല്ലേ? ആ, അതനുസരിച്ചുള്ള ബാക്കി സാധനം വേണം. അത് ഉപ്പാണ് കേട്ടോ ഒഴിക്കുന്നത്. അത് മൊത്തത്തിലൊന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ ബാക്കി സാധനങ്ങൾ ഇടുകയുള്ളൂ കേട്ടോ. കാരണം ആ തേങ്ങ എല്ലായിടത്തും എത്തണം, ഇല്ലെങ്കിൽ ചില സ്ഥലത്ത് കട്ട പിടിച്ചിരിക്കും. ഇത് മൊത്തം ഇളക്കണം, നന്നായിട്ട് ഇളക്കണം എന്നൊക്കെ പറയുന്നതിന്റെ കാര്യം, ഈ ഉണ്ട ഇങ്ങനെ കിട്ടും. നമ്മളിപ്പോ ഒഴിച്ച ഉപ്പ് തന്നെയാണ്. അത് ഇങ്ങനെ ഓരോ ഇളക്കി അല്ലേ? എടുക്കണം. അപ്പോൾ അത് ചുമന്നുള്ളി അരച്ചത് ഇടുകയാണ് കേട്ടോ. ഇതിന് ചുമന്നുള്ളി അല്ലേ കൂടുതൽ വേണ്ടേ? അത് മൊത്തം ഇടാല്ലേ ചുവന്നുള്ളി? മൊത്തട്ടോ കഷ്ടപ്പെടുന്ന മൊത്തം കുടഞ്ഞാൽ പോരല്ലോ അല്ലേ? എന്താ മനസ്സിൽ ഒളിഞ്ഞു നോക്കണേ? അപ്പോൾ അതാ വെളുത്തുള്ളി ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ വെളുത്തുള്ളി മാത്രം കൂടി പോരുത്, കൂടിപ്പോയാൽ വല്ലാണ്ട് വെളുത്തുള്ളി ചോദിക്കും. അത് ഭയങ്കര അലമ്പാവും കേട്ടോ. അത് നോക്കിയിട്ട് അവസാനം നോക്കിയിട്ട് ഇടാം. അമ്മ എന്താണ് പരിപാടി? ആ പിള്ളേർക്ക് അല്ലേ. ഇനി എന്താ ഇടാനുള്ള? ഉഴുന്ന്, ജീരകപ്പൊടി എടുക്കുക. പാലിന്റെ ജീരകപ്പൊടി ഇതും വേറെ കേട്ടോ. ഇനി ജീരകപ്പൊടി. ഇതൊക്കെ കറക്റ്റ് അളവ് നോക്കിയിട്ടില്ലെങ്കിൽ പണി കിട്ടും ഇല്ലേ അമ്മ? തന്നെ ചോറെടുത്ത് പോകണുണ്ടോ? എന്നാൽ കുഴപ്പമില്ല. ഇനി മൊത്തത്തിൽ നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഉഴുന്നിടണം. ഉഴുന്ന് കുരിശപ്പത്തിന് മാത്രമേ ഇടുള്ളൂ കേട്ടോ. ഇത് നമുക്ക് കുരിശപ്പം ഉണ്ടാക്കും. അതേപോലെ വേറൊരു ഇതും കൂടി ഉണ്ട്, ഇൻട്രിയപ്പം അല്ലേ? അല്ല, ഇൻട്രിയപ്പമാണ് ഈ കുരിശപ്പം. മറ്റേത് മധുരമുള്ള അപ്പാണ്. അതിനുള്ള വെല്ലാണ് അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വെല്ലം ഉരുക്കണം. ഇനി ഉരുക്കി എടുത്തിട്ട് വേണം നമുക്ക് പാലിനും എടുക്കണം. അതേപോലെ കുരിശപ്പം ഉണ്ടാക്കി കഴിഞ്ഞ് ബാക്കി വരുന്ന പൊടിയിലേക്ക് നമ്മൾ തേങ്ങാപ്പാലും കൂടി, അല്ല തേങ്ങാപ്പാലല്ല, വെല്ലവും കൂടി ഒഴിച്ചിട്ടാണ് നമ്മൾ വേറെ അപ്പം ഉണ്ടാക്കുന്നത്. വെള്ളം ആയില്ലല്ലോ അല്ലേ? ഇതിൽ നിർത്തും. ഈ വെള്ളത്തിൽ നിർത്തിയില്ലെങ്കിൽ എന്നാ കുഴപ്പമെന്ന് ചോദിച്ചാൽ മധുരം ഉള്ളതും ഈ ഇത് ചേർക്കുന്നതും കൂടി പോകും. ഏത് ഉഴുന്ന് ചേർക്കുന്നു. കുരിശപ്പത്തിന് ഉഴുന്ന് ചേർക്കണം, അത് കൂടി പോകരുത്. അപ്പോൾ അത് കുരിശപ്പത്തിന് വേണ്ടിയുള്ളത് മാറ്റുക കേട്ടോ. കുരിശപ്പത്തിൽ നമ്മൾ ഉഴുന്ന് ചേർത്തിട്ടാണ് കുഴയ്ക്കുക. ബാക്കിയുള്ള അപ്പത്തിന് ഉഴുന്നിൻ്റെ ആവശ്യമില്ല. അതായത് പുളിപ്പില്ലാത്ത അപ്പം എന്നാണ് പറയുക. ഒന്നിനും കൂടി ഉണ്ടല്ലേ? ഒന്നും കൂടി എടുക്കണം കേട്ടോ. അമ്മ അവിടെ ശർക്കര ഇതാക്കിക്കൊണ്ടിരിക്കുകയാണേ. ഇത് മറ്റേ അപ്പത്തിനുള്ളതാണ് അമ്മ, കുരിശപ്പത്തിനല്ല, മറ്റേ മധുരമുള്ള ശർക്കര ഉരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് കുഴക്കണോ? അപ്പോൾ കുരിശപ്പത്തിനുള്ളതല്ലേ? അപ്പോൾ അതേ ഉഴുന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിൽ നമുക്ക് വെള്ളം അങ്ങനെ ചേർക്കേണ്ട ആവശ്യമില്ല കുഴയ്ക്കാൻ അല്ലേ? ഇനി ഒന്ന് കുഴച്ച് നോക്കിയിട്ട് മതി അമ്മ. ഉപ്പ്, ഉഴുന്നിലേക്ക് ഉപ്പ് ഒഴിക്കുകയാണെങ്കിൽ അതെ അതാകുമ്പോൾ മൊത്തത്തിൽ മിക്സ് ആയിക്കോളൂ അല്ലേ? പിന്നെ നമുക്കത് മൊത്തം ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ചിട്ട്
അപ്പോൾ നമ്മുടെ കുഴക്കൽ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ചേട്ടൻ ഇവിടെ കുരിശോലയിൽ നിന്ന് കുരിശാക്കാനുള്ള ഇത് കീറിയെടുക്കുകയാണ്. ചേട്ടൻ കീറിയത് എങ്ങനെയുണ്ടെന്ന് നോക്കണം, എന്നത് കുരിശ് എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ. ആ സൗണ്ട് എന്താണെന്നറിയോ? നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ സൗണ്ടാണ്. അപ്പോൾ അങ്ങനെ പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി എന്താ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ കുരിശോല അതെന്നാൽ ബാക്കിയുള്ള കഷ്ണം അടുപ്പിലേക്ക് ഇടാം, വെറുതെ കളയണ്ട. കുരിശോലയല്ലേ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു കുരിശപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു മഞ്ഞളും കൂടി വെച്ച് കൊടുക്കും കേട്ടോ. ഇനി ഇതേപോലെ നമുക്ക് ഇനി അത് നേരെ വെച്ച് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ ചെയ്യുക. അപ്പച്ചെമ്പിൽ വെച്ചാണ് വേവിക്കുക. ചില സമയത്ത് നമ്മൾ തേങ്ങേൻ്റെ ഇതൊക്കെ വെച്ച് ചെയ്യില്ലായിരുന്നോ അല്ലേ? വെള്ളം ഒഴിച്ചിട്ട് വലിയ കലത്തിൽ കേട്ടോ. നമ്മൾ അങ്ങനെ ചെയ്യില്ല. പിന്നെ ഇപ്പോൾ അതാ നേരെ അടുപ്പിലേക്ക് വെച്ച് വേവിച്ചെടുക്കാം. ബാക്കി അതേപോലെ ഈ വാഴയില വെക്കുകയാണെങ്കിൽ നല്ലതാണ്, പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടും. അപ്പോൾ അതേ പപ്പ അടുപ്പയിലേക്ക് വെച്ചു കേട്ടോ. ഞങ്ങളിവിടെ പണ്ട് തൊട്ട് പൂനാഥനാണ്, അതെ കുടുംബനാഥനാണ് ഇതൊക്കെ ചെയ്യുക കേട്ടോ. മാളൂസ് ഉറക്കം കഴിഞ്ഞ് ഏറ്റു വന്നിട്ടുണ്ട്. ഹായ് പറ. ഹായ് ഹായ്. ഇനി പരിപാടി ഇതാ ചേട്ടനെ ഏൽപ്പിച്ചു. ഇത് നമ്മുടെ പാനി ഒഴിക്കാനുള്ള കേട്ടോ. ഇനി നമ്മുടെ പാനി ഒഴിച്ച് കുഴച്ച് ഇലക്കകത്ത് തന്നെ പുഴുങ്ങിയെടുക്കണം. ഇനി നല്ലോണം മിക്സ് ആക്കി എടുക്കാം കേട്ടോ. എന്താണ് പരിപാടി? നോക്കിയിട്ട് ഇനി മൊത്തം ഒന്ന് ഇളക്കി എടുക്കാം കേട്ടോ. അങ്ങനെ അടുത്ത അപ്പം റെഡിയാക്കുക കേട്ടോ. ഇത് പിന്നെ ആർക്ക് വേണമെങ്കിലും റെഡിയാക്കാം. അപ്പം അമ്മയും ചേട്ടയും കൂടി ആട്ടോ ഇത് റെഡിയാക്കുന്നത്. വേഗം വാ, ഉടായ്പ കളിച്ച് നടക്കുക. ആ അത് വേണം, വൃത്തി വേണം. ഇലയൊക്കെ പൊടിച്ച് തുടച്ച് പൊടിച്ച് ഇനി ഇതിങ്ങനെ പീസ് പീസ് ആക്കി എടുക്കും കേട്ടോ. ഈ ഇല എന്നിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ ഒരപ്പം ഇവിടെ ആയി, ഒരപ്പം അവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചായ ഇട്ടു കേട്ടോ അമ്മ. എന്തിയാ പകുതി ആ എന്തിയേ പകുതി ആ പോയി. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇൻട്രിയപ്പം അല്ലേ, ഇൻട്രിയപ്പം റെഡി ആയിട്ടോ. ഞാൻ ശരിക്കും ഇതിനല്ല ഇൻട്രിയപ്പം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്, ഞാൻ കുരിശപ്പത്തിനാണ് ഇൻട്രിയപ്പം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ ഇൻട്രിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് തുറന്നേടാ പറഞ്ഞോ, ഇത് വെക്കുന്ന കാണിക്കാനും പറ്റിയില്ല എനിക്ക്. ആഹാ നല്ല മണമൊക്കെ ഉണ്ട് അല്ലേ. ഞാനോ? ഏയ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇൻട്രിയപ്പം റെഡി ആയിട്ടുണ്ട്. ഒന്ന് മുറിച്ച് നോക്കടാ, വെന്തോന്ന് അറിയാലോ, ഉള്ളിൽ വെന്തോന്ന്. എപ്പോൾ വെന്തോന്ന് വെച്ചാൽ മതി. ഓ യെസ്, അടിപൊളി അടിപൊളി. അല്ലടാ, എന്നാൽ ബാക്കിയുള്ള അപ്പം നമുക്ക് അപ്പുറത്തെ 2 വീട്ടിൽ കൊണ്ട് കൊടുക്കാം. എന്നാൽ അതും കൂടി കൊടുത്തിട്ട് വരാം അല്ലേ. ഇതാ അങ്ങനെ അപ്പം ടേസ്റ്റ് ചെയ്യാണ് ടാൻസിയൊക്കെ. എങ്ങനെയുണ്ട് ടാൻസി? ആണോ? പപ്പ ഉണ്ടാക്കിയോണ്ടാണ് അങ്ങനെ തന്നെ പറയുന്നത്. ആ എരിവോ? വെളുത്തുള്ളിൻ്റെ. ആ ഈ പ്രാവശ്യം കറക്റ്റാ അല്ലേ. ഇവിടെ ഒരാൾ നോക്കിയേ, അലോൺ 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 പെന്നി പെന്നി. കുഞ്ഞാറ്റ എണീറ്റു. എങ്ങനെയുണ്ട് കഴിച്ചിട്ട് പറ. നീ കഴിക്കുന്നതിന് മുമ്പ് അടിപൊളിയാന്ന് പറഞ്ഞ എങ്ങനെയാ അല്ലേ? കഴിക്കുന്നതിന് മുമ്പ് അടിപൊളിയാ, അത് സൂപ്പർ അല്ലേ. അമ്മ കഴിച്ചില്ല? സൂപ്പറാ. അപ്പോൾ നമ്മുടെ വാഴയൊക്കെ എത്ര ആയി കേട്ടോ. താഴെ ഞങ്ങൾ കുറച്ച് വാഴയൊക്കെ നട്ടിരുന്നു. വാഴയൊക്കെ വലുതായി. നമ്മുടെ മാവ് കണ്ടോ, മാവിൽ മാങ്ങയുണ്ട്. ഇത് അപ്പക്കോണം മാവ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി കേട്ടോ. ഇതിങ്ങനെ നല്ല മുഴുപ്പ് വരും, പഴുത്ത് കഴിഞ്ഞ് അടിപൊളി സാധനമാണ്. അപ്പോൾ അങ്ങനെ അപ്പത്തിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു. അപ്പം എല്ലാം വെന്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് പാലിൻ്റെ പരിപാടിയാണ്.
പാലിൻ്റെ പരിപാടി പപ്പ തന്നെയാണ് ചെയ്യുക കേട്ടോ. വീട്ടിലെ തലമൂത്ത കാരണവരാണ് ചെയ്യേണ്ടത് അല്ലേ? ആ വെള്ളം കളയുവാണോ? ആ വെള്ളം എടുക്കൂലല്ലേ? ഇനി ഈ ഒരു ഒറ്റ തേങ്ങ നമ്മൾ ഉപയോഗിക്കുള്ളൂ കേട്ടോ, വേറെ എക്സ്ട്രാ തേങ്ങ ഒന്നും എടുക്കൂല. അയ്യോ പപ്പ തുണിയില്ലാണ്ടാണല്ലോ നിൽക്കണേ. സ്റ്റീൽ ബോഡിയാണ്, സ്റ്റീൽ ബോഡി. അപ്പോൾ ഈ തേങ്ങയും കൂടി പപ്പ തന്നെ ചിരണ്ടും കേട്ടോ. പപ്പ തന്നെ തേങ്ങ ചിരണ്ടി പപ്പ തന്നെയാണ് പാല് കാച്ചുക. ആഹാ, ഇവിടെ രണ്ടുപേരും ഒരേപോലത്തെ ഡ്രസ്സാണല്ലോ. ഇതൊക്കെ കുഞ്ഞാറ്റ ഇങ്ങോട്ട് തിരിയേ. ഇവിടെ കുഞ്ഞാറ്റ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ആൻസിയും കുഞ്ഞാറ്റ ഒരേ കളർ, ഞാൻ മാത്രം വേറെ കളർ. അത് ചതിയായിപ്പോയി കേട്ടോ. അത് ചതിയായില്ല കുഞ്ഞാറ്റെ. ഷെയ്മാ സെയിം അല്ലേ? ഇതെന്താ കാണിക്കണേ? ഡാൻസ് മാളക്കുട്ടി. അപ്പോൾ ഇവിടെ നിങ്ങൾ പരിപാടി തുടങ്ങിയോ? അതായത് തേങ്ങാപ്പാലെടുത്തു അല്ലേ? ആ, എത്ര പ്രാവശ്യം പാലെടുക്കും? 3 പ്രാവശ്യം. ചൂടുവെള്ളം ഒഴിച്ചിട്ടാണോ അതോ പച്ചവെള്ളം വെച്ച് 3 പ്രാവശ്യം പാല് പിഴിയും അല്ലേ? എന്നിട്ട് ഇതിലേക്ക് ഇനി എന്തൊക്കെ ഇടുക? ജീരകം, ശർക്കര, ഇഞ്ചി, ഏലക്ക, ചുക്ക്. ചുക്ക ഇടുക. അപ്പം അങ്ങനെ നമ്മുടെ പാല് പിഴിഞ്ഞ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിലേക്ക് സാധനങ്ങൾ ഓരോന്നോരോന്നായി ഇടാം അല്ലേ? ഇതെന്താ സാധനം? ഏലക്കാപ്പൊടിയാ? ഇതെന്താ? ജീരകപ്പൊടി. ജീരകമാണ് മുമ്പിൽ നിൽക്കണ്ട അല്ലേ? എന്നാൽ അധികം മുന്നോട്ട് പോകാനും പാടില്ല. അത് മതിയോ? ഓ, ഇനി നമുക്ക് ഏലക്കാപ്പൊടി. ഇതെല്ലാം പൊടി ഇടുന്നേ? പൊടിയാകുമ്പോൾ കുഴപ്പമില്ലല്ലോ അല്ലേ? മാളൂസ് ഇങ്ങോട്ട് നോക്കിയേ. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം കേട്ടോ. എത്ര എണ്ണം ഇടണം? 3 4 മതിയായിരിക്കും അല്ലേ? ആൻഷമ്മയ്ക്ക് തല കറങ്ങിയോ? ഞാൻ വാ നോക്കാം. എന്താ ആൻസി? തലയോ? ഞാൻ വെള്ളം എടുത്തിട്ട് വരാം കേട്ടോ. ഒന്ന് ഏറ്റിരിക്കേ. ഞാൻ നേരെ വെള്ളം എടുത്തിട്ട് വരാം. പിള്ളേർ നോക്കണേ, ഫോണൊക്കെ വെച്ചാൽ പിള്ളേർ നോക്കണ്ട. ആ വെള്ളം ഇതേറ്റ് ഇത് കുടിക്കണി. കുടി. നിനക്ക് തല കറങ്ങിയില്ലല്ലോ, പിന്നെ എന്താ? ദാഹിക്കോ? ഭയങ്കര ദാഹം. രണ്ടും കൂടി കച്ചറയാള്. ഇതൊക്കെ നാളെ യൂട്യൂബിൽ വരും മോളെ. കുറച്ച് കിട്ടിയാൽ മതി, ദാഹം തീർന്നു. ആശുപത്രി പോണോ? എന്നാ കിടന്നു. ഫാൻ ഇടണോ? എന്താമ്മ? ചുക്ക് അല്ലേ? അപ്പോൾ ഇനിയിപ്പോൾ വേറെ ഒന്നും വേണ്ടല്ലോ. അപ്പോൾ ഇനി വെച്ച് തിളപ്പിച്ചെടുക്കണം അല്ലേ? നല്ല ഇളക്കി നല്ല തിളപ്പിച്ച് എടുക്കാം കേട്ടോ. വിറകാ? ഞാൻ മാരാമ്മ. അപ്പോൾ നമ്മുടെ പാൽ ഏതാണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കട്ടെ. ഇത് 3 പ്രാവശ്യമല്ലേ ഇപ്പോൾ തിളപ്പിക്കുന്നത്? ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഇതിൽ മഞ്ഞളും അതേപോലെ നമ്മൾ കുരിശോലേൻ്റെ കുരിശ് പോലെ ആക്കിയിട്ട് അതും ഇടണം കേട്ടോ. കുരിശോല എന്ന് പറഞ്ഞാൽ 2 കഷ്ണം ഇട്ടാൽ മതി. അതേപോലെ മഞ്ഞളും. ശർക്കര ഒന്ന് കാണിച്ചേ. അലുത്തോ? മൊത്തം അലുത്തോ? ഇല്ല. ഇത്രയും കൂടി അലക്കാനുണ്ട് കേട്ടോ. അതും കൂടി അലുത്ത് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. 3 പ്രാവശ്യം തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധനം എടുക്കും കേട്ടോ. അങ്ങനെ നോക്കാം അമ്മ. ഉണ്ടോ? അല്ല, ഇനി കുറച്ചും കൂടി മധുരമാവും അത് അലുക്കുമ്പോൾ. കുറവാ? അല്ല, ഇനി അത് അലുക്കാനുണ്ട്. അതും കൂടി അലുക്കണ്ടേ? അലുക്കുമ്പോൾ കുറച്ചും കൂടി മധുരമാവും. ഇതുണ്ടോ? ഇത്രയുണ്ട്. പെട്ടെന്ന് മടുക്കും. അപ്പോൾ അതേ പപ്പേൻ്റെ ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ്റെ അവിടെ നിന്നാണ് നമ്മൾ ആദ്യം തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് പോവാം, എക്കോ സ്പോട്ടിന് പോവാം. XUV എടുക്കുന്നില്ല, നമ്മുടെ നാനോയും കൂടി എടുത്ത് അങ്ങനെ കേട്ടോ പോകാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. കുഞ്ഞാറ്റ ഇങ്ങോട്ട് പോവാം, നമുക്ക് നാനോയിൽ പോവാടി. അപ്പായോ ഒറ്റയ്ക്കാവൂലേ? വാന്നേ പ്ലീസ്, വാ. അല്ലേ പിന്നെ XUV ഇറക്കേണ്ടി വരും. വാ, നമുക്ക് ഒരുമിച്ച് പോവാം. അപ്പായോ ഒറ്റയ്ക്കാവൂലേ? വാ. നമുക്കെന്താ പറയുക, നമുക്കിനി പാലും കൂടി ആയിട്ട് വേണം കേട്ടോ പോകാൻ. അന്നേരത്തേക്ക് അവിടെ എല്ലാവരും വരുള്ളൂ. ഞാൻ പറയുന്നു ബാക്കി 3 പേരും കൂടി വരണം.
3 വീട്ടുകാരും കൂടി. അന്നേരത്തേക്ക് നമ്മൾ പാലൊക്കെ ആയിട്ട് കണ്ട പപ്പ ഡ്രസ്സ് പോലും ഇട്ടിട്ടില്ല. എടി ഇവിടെ വാടി. അപ്പോൾ അങ്ങനെ കുഞ്ഞാനെ നമ്മുടെ കൂടെ ആയിട്ട് അതൊക്കെ കള കുഞ്ഞാ, അതൊക്കെ അപ്പിയാണ്. അപ്പോൾ നമ്മുടെ കുരിശപ്പവും റെഡിയാണ്, അതേപോലെ തന്നെ നമ്മുടെ പാലും റെഡിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പോയാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പോയിട്ട് അവിടെ മുറിച്ചിട്ട് വരാം. ഞാൻ എല്ലാം ഫുള്ള് മുറിക്കുന്ന കാണിക്കില്ല കേട്ടോ, ഇടയ്ക്ക് കുറേശ്ശെ കാണിക്കാം. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഇനി കാണാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. കുഞ്ഞാറ്റേൻ്റെ സ്ഥലത്ത് പോയി ഇപ്പോൾ പോവാല്ലേ? അവരൊന്നും വന്നിട്ടില്ലല്ലോ, വരുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം തന്നെ പോയേക്കാം. വേണ്ട, ഇവിടം വരല്ലോ. അല്ല, ബെൽറ്റ് ഇട്ടോ. ഇവിടം വരെ ആണെങ്കിലും നമ്മൾ ബെൽറ്റ് ഇടുന്നതാണ് സേഫ്. അതിൻ്റെ ആഹാരം നേരത്തെയാണ് മെയിനായിട്ട് ക്ഷണിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അടുത്ത വീട്ടിലെത്തി മുറിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ അടുത്തത് നമ്മുടെ വീട്ടിലാട്ടോ, 3ാമത്തെ വീടാണ്. ഈ പ്രാവശ്യം നമ്മൾ ഓരോരുത്തർ വീട്ടിലെ കാരണവന്മാർ തന്നെ. സാധാരണ ഞങ്ങൾ പപ്പേൻ്റെയൊക്കെ ഏറ്റവും മൂത്ത ആങ്ങളെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഈ പ്രാവശ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ വീട്ടിലെ മൂത്തയാൾ, അതായത് വീട്ടിലെ കുടുംബനാഥൻ ഉണ്ടല്ലോ, കുടുംബനാഥൻ തന്നെ മുറിക്കാന്നുള്ള പരിപാടി കേട്ടോ. എല്ലാവരും വന്നിട്ടുണ്ട്, വണ്ടി വന്നുകൊണ്ടിരിക്കുന്നു. കുഞ്ഞാറ്റി ഇറങ്ങടി, വാ ഇറങ്ങ് പിന്നെ എടുക്കാം. അപ്പോൾ അപ്പം മുറിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ സെറ്റപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ വീട്ടിലെ പരിപാടി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് നേരെ ആനപ്പാറയ്ക്ക് പോവാണ്. ആനപ്പാറയിൽ 3 വീടുണ്ട്. അപ്പോൾ എല്ലാവരും നേരെ അങ്ങോട്ടാട്ടോ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആനപ്പാറയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും പോയി, നമ്മളാണ് ഏറ്റവും ബേക്കിൽ പോണേ. ഇതൊക്കെ ബേക്കിൽ ബഹളമാണ്. അതല്ല, ഒരു മാതാവ് തലകുത്തി നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ഇതിന്റെ മുന്നിലുള്ള മാതാവ്. ഇതേ ബേക്കിലേക്ക് ഒന്ന് നോക്കാൻ എന്താ സംഭവം, ഇവിടെ എന്താ പ്രശ്നം? ഈ രാത്രി മൾട്ടി ഇപ്പൊ നമ്മുടെ കൂടെയുള്ള വണ്ടികളൊക്കെ കണ്ടിട്ടില്ലേ? ഞങ്ങൾ ആരും കാണുന്നില്ല, അവരും സങ്കടപ്പെട്ടിരിക്കുന്നു കേട്ടോ. അങ്ങനെ വണ്ടികളെല്ലാം കണ്ടിട്ട് ഇതിന് മുന്നിലുണ്ടല്ലോ ഇതെല്ലാം. ഇനി മെല്ലെ പോയാൽ മതി, ഇല്ലെങ്കിൽ നമ്മളെ കാത്ത് അവർ നിൽക്കേണ്ടി വരും അവിടെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആനപ്പാറ എല്ലാം മുറിച്ച് കഴിഞ്ഞ് വന്നു. അപ്പോൾ ഞാൻ എല്ലാ വീട്ടിലെയും കാണിച്ചിട്ടില്ല, എല്ലായിടത്തും ഒരേ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ പെസക ആഘോഷങ്ങളും അപ്പമുറിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ കുഞ്ഞാറ്റയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? കുഞ്ഞാറ്റ ഇത്ര നേരം നല്ല സൈഡായിരുന്നു, ഇവിടെ വന്നപ്പോൾ പിന്നെ തല പൊന്തി. അപ്പോൾ എന്തായാലും ഇനിയും പുതിയ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് വരുന്നോടം വരെ ബൈ. ഒരു ടാറ്റ കൊടുത്തേ.